ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു സിമ്പിൾ ബോട്ടിലായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അടുത്തൊരു കുപ്പിയുണ്ടായി, അത് ഞാൻ നല്ല പോലെ കേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായി. അതപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ ഇതൊരു ബോട്ടിലായിട്ട് ചെയ്യാം. അപ്പോൾ അത് തുണിയിലെല്ലാം തുന്നുന്നത് തയ്യാൻ നൂലാണ്, അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ആ ബോട്ടിലിൻ്റെ മുകളിൽ പശ തേച്ചെടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഈ നൂല് അതിന് മുകളിലൂടെ ഇങ്ങനെ അടുക്കി ചുറ്റി കൊടുക്കണം കേട്ടോ. അത് ഫുള്ളായിട്ട് നമുക്ക് റൗണ്ടിൽ ചുറ്റി എടുത്തിട്ടുണ്ട്. അതിന് കുറച്ച് മുകൾ വശത്ത് നിന്ന് ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ആ ബോട്ടിലിൻ്റെ അടിവശത്തും ഇതേപോലെ നൂല് ചുറ്റിയെടുക്കുകയാണ്. അപ്പം ഞാൻ പശ അവിടെ ഫുള്ളായിട്ടൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നൂലെടുത്തവിടെ ചുറ്റി കൊടുക്കുകയാണ്. ഞാൻ ചുറ്റിനതിൻ്റെ ഇടയിൽ നിന്നും ആ നൂല് പകുതിക്കത് നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്തുള്ള വേറൊരു നൂലെടുത്ത് ഞാൻ അതിന് ചുറ്റി കൊടുത്തിട്ടുള്ളൂ. ഇപ്പം ഞാൻ അടുത്തതൊരു ക്രീം കളർ നൂലായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രൗൺ കളർ നൂലെടുത്ത്. അപ്പോൾ അതിലേക്കുള്ളൊരു കളർ കോമ്പിനേഷനും ഉണ്ടായി. എൻ്റെ അടുത്ത് ആ നൂല് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ചുറ്റിയെടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് മുകൾ കൂടി ഒന്ന് ബ്രൗൺ കളർ നൂല് വെച്ച് ചുറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ അതിന് ബാക്കിയായിട്ട് ഈ ബ്രൗൺ കളറ് നൂലൊന്ന് ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഈ പശ തേച്ച് നൂല് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ പശ എല്ലാ ഭാഗത്തും സ്പ്രെഡാകാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പിന്നെ നൂലിൽ അവിടെ നിന്ന് പറഞ്ഞു പോയും. പിന്നെ ഇത് ചെയ്യുമ്പോൾ കുപ്പി താഴെ വീഴാതെ നോക്കണം. ഇതിലേക്ക് ഞാനൊരു കളർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സ്കെച്ചിൻ്റെ കളർ ഒന്ന് ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. ഇതിലേക്ക് ഒഴിച്ച കളർ വെള്ളം ഇതിലേക്ക് ഞാൻ കളർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ മണി പ്ലാന്റ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഉണ്ടാക്കാൻ മറക്കല്ലേ.